പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു കോൺസെപ്റ്റാണ്. പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയൊരു കോൺസെപ്റ്റാണ് ഡെക്കറേറ്റേഴ്സ് എന്ന് പറയും. ഡെക്കറേറ്റേഴ്സ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലായിട്ട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അതിനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഇതുവരെയുള്ള എല്ലാം നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇന്ന് നോക്കാൻ പോകുന്ന ഡെക്കറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫംഗ്ഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ അതിനെ ഒന്നും ചേഞ്ച് ചെയ്യാതെ, അതിൻ്റെ പുറത്ത് അതിനെ ചേഞ്ച് ചെയ്യാതെ ആ ഫംഗ്ഷൻ്റെ ഒരു ഫങ്ഷനാലിറ്റി അതല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഒരു ഇന്നർ സ്ട്രക്ചർ മാറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഡെക്കറേറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആഡ് നം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. 2 പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുക്കുന്നു, a, b. എന്നിട്ട് പ്രിന്റ് a പ്ലസ് b. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഞാനിവിടെ താഴെ കോൾ ചെയ്യുന്നു. ആഡ് നം, അതിനകത്തേക്ക് ഒരു 2,3 2 വേരിയബിൾസ്, 2 നമ്പേഴ്സ് പാസ് ചെയ്യുന്നു. അത് ഇവിടെ എത്തും. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ പ്രിന്റ് ആവും. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്, വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് 5 എന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ലോജിക്, ഇപ്പം ഞാനൊരു സാമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് പറയുകയാണ്. ഒരു ലോജിക്ക് നമുക്ക് റിക്വയർമെൻറ്റ് വരുവാണ്. ഈ 2 നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു അഡീഷൻ ചെയ്യേണ്ട, അഡീഷൻ സ്കിപ്പ് ചെയ്യണം. 2 നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രം അഡീഷൻ ചെയ്തിട്ട് താഴെ പ്രിന്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ചെയ്യാം ഈസി ആയിട്ട്? അതായത് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇഫ് a മോഡുലാർ 2 equal to 0 and b modular 2 equal to 0, ഈ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ, അതായത് 2 നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് സ്കിപ്പിംഗ് അഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു പ്രിന്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു റിട്ടേൺ ആണ് ഇവിടെ കൊടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ ആണ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് കിടക്കില്ലല്ലോ. പിന്നെ റിട്ടേൺ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ റിട്ടേൺ ആണ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും ചെക്ക് ചെയ്യുന്നു. ഈ 2 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ പ്രിന്റ് ഈവൻ നമ്പേഴ്സ് സ്കിപ്പിംഗ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്ന് പ്രിന്റ് ആവുന്നു. അതിനുശേഷം പിന്നെ അടുത്ത വരിയിലേക്ക് കിടക്കുന്നു. ഇവിടെ പ്രിന്റ് a പ്ലസ് b, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ പ്രിന്റ് ആവും. അപ്പം ഞാനിവിടെ നണ്ണ് കൊടുക്കുകയാണ്, റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ എപ്പോഴാണോ ഒരു സാധനം റിട്ടേൺ ചെയ്യുന്നത് അതോടെ ഫംഗ്ഷൻ്റെ ഫംഗ്ഷനാലിറ്റി അവസാനിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നണ്ണും കൂടെ ഞാൻ റിട്ടേൺ ചെയ്ത് കൊടുത്തു. റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരെണ്ണം ഈവൻ നമ്പറും ഒരെണ്ണം ഓഡ് നമ്പറുമാണ്. ഇനി രണ്ടും ഈവൻ നമ്പേഴ്സ് ആക്കാൻ പോവുകയാണ്. 2 ഈവൻ നമ്പേഴ്സ് ആക്കാൻ പോവുകയാണ്. 4 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രിന്റ് ആയത് എന്താ? ഈവൻ നമ്പർ സ്കിപ്പിംഗ് അഡീഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെക്കറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫങ്ഷനാലിറ്റി എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ ഒരു ആഡ് നം എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് ഈ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ഫംഗ്ഷൻ അവൈലബിൾ അല്ല. ഞാൻ വേറെ എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോൾ ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലേ, ഈ ഫംഗ്ഷൻ ഞാനിവിടെ എഴുതിയ ഫംഗ്ഷനാണോ? അല്ലല്ലോ. ഇത് പൈത്തണിൻ്റെ ബിൽറ്റിൻ പാക്കേജസിനകത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് പ്രിന്റിനകത്ത് പോയിട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല എന്നല്ല, അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് എക്സിസ്റ്റിംഗ് പാക്കേജാണ്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും വരും. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ ആഡ്നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ ഇവിടെ ഇല്ലാന്ന് തന്നെ കരുതുക. നമ്മൾ വേറെ എവിടുന്നോ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബിയും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കരുത്. അതിന് വേണ്ടിയിട്ട് വേറെ ഫംഗ്ഷൻ എഴുതുക, df except even ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്തൊരു പാരാമീറ്റർ നമുക്ക് കൊടുക്കാം. ഇവിടെ വരുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതിനകത്തേക്ക് വരുന്നത്. നമുക്ക് ഏത് ഫംഗ്ഷനാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ ആഡ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ എത്താൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ, പൈത്തൺ ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റിക്കേഷനൊക്കെ പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, df ഇന്നർന്നോ അല്ലെങ്കിൽ റാപ്പർന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഞാനിവിടെ എഴുതുകയാണ്. ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്നമ്മിൽ വരുന്ന സെയിം പാരാമീറ്റേഴ്സ് ഞാനിവിടെ കൊടുത്തു. അതിൻ്റെ നെയിം വേറെ എന്തെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും ഞാനിവിടെ കൊടുത്തു. കാരണം അതിൽ വരുന്ന ആഡ്നമ്മിനകത്തേക്ക് വരുന്ന സെയിം ഐറ്റംസ് ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെയിം ലോജിക്ക് എഴുതാം. ഇഫ് a percentage 2 equal to 0 and b percentage 2 equal to 0 ആണെങ്കിൽ print of both numbers are even skipping. ഓക്കെ, ഇനി എഴുതി എന്നിട്ട് ഒരു റിട്ടേൺ നണ്ണും കൂടെ കൊടുത്തു. ഓക്കെ, അത് വേണോ നമുക്ക് ലാസ്റ്റ് നോക്കാം. ആ റിട്ടേൺ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. ഇനി ഈ എക്സെപ്റ്റീവനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ, എക്സെപ്റ്റീവനകത്ത് വരുന്ന എക്സെപ്റ്റീവൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ ഇന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആഡ് ഞാൻ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് കൊടുക്കുന്നു. അതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്പർ നമുക്ക് ഇവിടെ കിട്ടി. കാര്യം ഇപ്പോൾ ആ സ്കിപ്പിംഗ് വർക്ക് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഡ്നമ്മും എക്സെപ്റ്റീവൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തമ്മിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫംഗ്ഷനെയാണോ ഇത് ഡെക്കറേറ്റർ എവിടെയാണോ കൊടുക്കേണ്ടത് ആ ഫംഗ്ഷൻ്റെ പുറത്ത് എക്സെപ്റ്റ് ഈവൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം വർക്ക് ആവുന്നുണ്ടോ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ എക്സെപ്റ്റ് ഈവൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഫംഗ്ഷനകത്ത് ആ കോഡില്ല. ഈ കോഡ് ഈ ഫംഗ്ഷനകത്തല്ല ഉള്ളത്, അത് പുറത്തൊരു ഫംഗ്ഷനകത്താണ് ഉള്ളത്. പക്ഷെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിനകത്ത് അവൈലബിൾ ആയി. അതായത് ഒരു ഫംഗ്ഷൻ ആഡ്നം എന്നുള്ള പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന് അകത്ത് നമ്മൾ ഡയറക്റ്റ്ലി ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ ആ ഫംഗ്ഷൻ്റെ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ഡെക്കറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.